വചനം നിങ്ങളെ പാപത്തിൽ നിന്ന് അകറ്റും. പ്രിയപ്പെട്ട പെൺമക്കളെ, ആൺമക്കളെ, ഞാൻ വളരെ സ്നേഹത്തോട്, വളരെ ഭാരത്തോട് ഞാൻ പറയട്ടെ, ഈ ദിവസങ്ങളിൽ വളരെ വചനം നിങ്ങൾ കേൾക്കാൻ പോകുകയാണ്. വ്യത്യസ്തമായ വിഷയങ്ങളെക്കുറിച്ചുള്ള ദൈവവചനം നിങ്ങൾ കേൾക്കാൻ പോകുകയാണ്. ആ വചനത്തിൻ്റെ ശക്തി, ആ വചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് ശക്തിയായി പരിണമിച്ച് ശത്രുവിൻ്റെ മേൽ ജയം വരിക്കുന്ന, പാപത്തിൻ്റെ മേൽ ജയം വരിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് ദൈവം നൽകട്ടെ. നിർത്തുന്നു. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. ശക്തിയുടെ 3 സ്രോതസ്, 3 ഉറവിടം. 1 പ്രാർത്ഥനയുടെ ശക്തി, 2 പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, 3 വചനത്തിൻ്റെ ശക്തി. ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്നത് മുഖാന്തരം ഈ 3 ശക്തിയും, ഈ ശക്തിയുടെ 3 സ്രോതസ്സിൽ നിന്ന് വേണ്ടുപോലെ ശക്തി അനുഭവിച്ച് മല്ലന്മാരായി ഈ ക്യാമ്പ് വിട്ട് കടന്നു പോകുവാൻ ശത്രു കാത്തിരിപ്പുണ്ട്. അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മളെ പിടിക്കാൻ, അവനെ ജയിക്കത്തക്കവണ്ണം ശക്തിമാന്മാരായിട്ട് കടന്നു പോകുവാൻ ദൈവം ഈ ക്യാമ്പിൽ കേൾക്കുന്ന വചന മുഖാന്തരം നിങ്ങൾക്കിടവരുത്തട്ടെ എന്ന് ഹൃദയംഗമമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആരോഗ്യവും ദൈവകൃപയും ധാരാളമായി പകർന്നു തരട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനി നമുക്ക് ചില ഫെലിസിറ്റേഷൻസ് കേൾക്കുവാനുള്ള സാവകാശമുണ്ട്. ഒന്നാമതായിട്ട് ഡോക്ടർ ജോൺസൺ ഫിലിപ്പ്, രണ്ടാമതായിട്ട് ബ്രദർ ജോൺ ജോർജ്, മൂന്നാമത് ബ്രദർ സണ്ണി ടി ഫിലിപ്പ്. ഈ പ്രിയപ്പെട്ടവർ മുന്നോട്ട് കടന്നു വന്ന് നിങ്ങൾ സൂക്ഷിക്കുന്നത്. ആദ്യമായിട്ട് ഡോക്ടർ ജോൺസൺ ഫിലിപ്പ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 10 വർഷം മുൻപ്, അന്ന് ബാലസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ഇന്ന് ജനറൽ പ്രസിഡൻ്റായ ബ്രദർ ഏബ്രഹാം തോമസ് ബാലസംഘത്തിൻ്റെ സീനിയർ മോസ്റ്റ് ലീഡേഴ്സിൽ നിന്നൊരു കോർ ഗ്രൂപ്പിനെ കളക്ട് ചെയ്തിട്ട് ചോദിച്ച ഒരു കാര്യമുണ്ട്. അടുത്ത 25 വർഷങ്ങളിൽ ഈ സമൂഹത്തിൽ വരുവാനിരിക്കുന്ന പരിവർത്തനങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കുട്ടികളോട് കുട്ടികളെ ദൈവവചനം എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള കാര്യം നാം വളരെ സീരിയസ്ലി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 10 വർഷം മുൻപ് താൻ പറഞ്ഞ ആ കാര്യം ഇന്നലെ രാത്രി ന്യൂസ് പേപ്പർ വായിച്ച സമയത്ത് വളരെ ക്ലിയറായി. ഇന്നലെ രാത്രി വായിച്ച 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഒന്ന്, അടുത്ത ജനറൽ ഇലക്ഷൻ വരുവാനിരിക്കുകയാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മിക്ക പൊളിറ്റിക്കൽ പാർട്ടീസും തീരുമാനിച്ചിരിക്കുന്നത് അവർ പവറിൽ വരുവാണെങ്കിൽ സ്റ്റുഡൻസിനെല്ലാം $50, വെറും $50 ലാപ്ടോപ്പ് കമ്പ്യൂട്ടറും $30 ടാബ്ലറ്റ് കമ്പ്യൂട്ടറും കൊടുക്കണമെന്നാണ്. എന്നാൽ ഉത്തർപ്രദേശിൽ ഇപ്പോൾ തന്നെ ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് കമ്പ്യൂട്ടേഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചെറുപ്രായം തൊട്ട് കമ്പ്യൂട്ടേഴ്സ് കൈകാര്യം ചെയ്ത് വളരുന്ന ഒരു തലമുറ നമ്മുടെ മുൻപിൽ വരാനിരിക്കുന്നു. നമ്പർ 2, ഇന്നലെ രാത്രിയിൽ തന്നെ 2 കുട്ടികൾ തമ്മിലുള്ള 2 ടീനേജേഴ്സ്, നിങ്ങളെല്ലാം ടീനേജേഴ്സ് ആണല്ലോ, 2 ടീനേജേഴ്സ് തമ്മിലുള്ള സംസാരം വായിക്കുവാൻ അവസരമുണ്ടായി. അപ്പോൾ അതിലൊരു ടീനേജർ തനിക്ക് മമ്മി ഡെലിവർ ചെയ്തു, ഒരു പെങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുകയായിരുന്നു. അപ്പോൾ ഒരു ടീനേജർ ചോദിച്ചു, നിനക്കൊരു പെങ്ങളുണ്ടായി അല്ലേ? ആ, പെങ്ങളുണ്ടായി. അതെവിടായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മമ്മിക്ക് പെട്ടെന്ന് ഒരു വൈദ്യവേദന ഉണ്ടായി, ഡാഡി മമ്മി അങ്ങോട്ട് ആശുപത്രിയിൽ പോയി, അവിടെ ഗൈനക്കോളജിസ്റ്റ് എൻ്റെ പെങ്ങളെ മമ്മിയിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തു. നിമിഷ നേരം കൊണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നാം ജീവിക്കുന്നു. ഈ സമൂഹത്തിൽ നിങ്ങളിനിയും കാണാൻ പോകുന്നത്, അതിന് സാധാരണ പറയുന്ന ഡിസ്റപ്റ്റീവ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ അരാജകത്വം സൃഷ്ടിക്കാൻ പോകുന്ന ടെക്നോളജീസാണ്. അങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിക്കുന്ന ടീനേജേഴ്സിന് യാതൊരു രീതിയിലും ചേഞ്ച് ചെയ്യാത്ത ദൈവവചനം പഠിപ്പിക്കാൻ എന്ത് ചെയ്യണം? 10 വർഷം മുമ്പ് അങ്ങനെ ബാലസംഘത്തിലുള്ള ചില ആളുകൾ ചിന്തിച്ചു തുടങ്ങിയതിൻ്റെ റിസൾട്ടാണ് 8 വർഷം മുമ്പ് ടീൻസ് ക്യാമ്പ് തുടങ്ങിയത്. ഈ 8 വർഷം കൊണ്ട് വളരെയധികം ടീൻസ് ക്യാമ്പിന് വളരെയധികം നേട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ദൈവം നമുക്കൊരു ക്യാമ്പ് സെൻറ്റർ തന്നു. എല്ലാ രീതിയിലും ദൈവം അനുഗ്രഹിച്ചു.
I am very happy to see all this. എട്ടാമത്തെ ഈ ക്യാമ്പിലും ശുശ്രൂഷിക്കുവാൻ വേണ്ടി ദൈവം എനിക്കൊരു അവസരം നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ഈ ക്യാമ്പിൽ നിങ്ങളെ സഹായിക്കട്ടെ. Let me just mention a few words in English for the sake of those who might be listening to me online. We live in a generation of disruptive technologies. Technology disrupts, the scripture gives a life. The question 10 years was, how shall we communicate this scripture to a generation which is living in the midst of disruptive technologies? And the answer was a 4-year syllabus which has become the core of Teens Camp. The Lord has been using this curriculum. The Lord has been blessing a lot of people. You, my young friends, are blessed to be part of the 8th camp. I am blessed to be part of ministering in the 8th camp, and I pray that the Lord may bless each one of you, and also that the moment you leave this campsite, you would realize that you are a transformed person. God bless you. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് ദൈവജനത്തെ നമ്മൾ വായിക്കുന്നു. ആ നിലയിൽ ഈ രാത്രിയിൽ നമുക്ക് ഇവിടെ കൂടി വന്നത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിലാണ്, അല്ലെങ്കിൽ അനുഗ്രഹമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രിയ സഹോദരൻ ഓർപ്പിച്ച പോലെ ക്യാമ്പിനെ സംബന്ധിക്കുക എന്നുള്ളത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കാര്യം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കത് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ SBS ക്യാമ്പിന് എനിക്ക് സംബന്ധിപ്പാൻ തക്കവണ്ണം ഇടയായി. അനേക ക്യാമ്പുകളിൽ ദൈവം എനിക്ക് അതിന് അവസരം തന്നു. എൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരുന്നു എന്ന് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ബാലസംഘം ക്യാമ്പിൽ കൂടെയാണ് ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചത്. മൈലപ്രായിൽ നടന്ന ഒരു ക്യാമ്പിൽ വെച്ച് സഹോദരൻ ജോയി കരിങ്കുറ്റിക്കൽ എടുത്ത ഒരു ഗ്രൂപ്പ് ക്ലാസ്സിൽ എൻ്റെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ തക്കവണ്ണം എനിക്കിടയായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവസന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്നുള്ളത്. എന്നാൽ പ്രിയ സഹോദരൻ ഓർപ്പിച്ച പോലെ ഇന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ ടെക്നോളജി അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ യൗവനക്കാരെ തെറ്റിപ്പാൻ തക്കവണ്ണം അത് ഏത് നിലയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതുമ്പോൾ തൻ്റെ നിജപുത്രനായ തീമോഥെയോസിനോട് പറയുന്ന ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ തക്കൊണ്ട് ഞാൻ ഈ രാത്രിയിൽ ആഗ്രഹിക്കുകയാണ്. 1 തീമോഥെയോസ് 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ആരും നിങ്ങളുടെ യൗവനം തുച്ഛീകരിക്കരുത്. ഡു നോട്ട് ഡിസ്പൈസ് യുവർ യൂത്ത് ബൈ എനിബഡി. ആരും നിങ്ങളുടെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ഉറച്ചിരിക്കുക. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ സഹോദരൻ ജോൺസൺ സി ഫിലിപ്പ് അതാണ് നമ്മളോട് പറഞ്ഞത്. ഏറ്റവും അത് ദുഷിക്കപ്പെടുവാൻ തക്കവണ്ണം അത് എല്ലാവിധ സാഹചര്യങ്ങളിലുമുള്ള ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട സഹോദരൻ ഓർപ്പിക്കുകയുണ്ടായി. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ യൗവനത്തിൻ്റെ ആ സമയം കർത്താവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല സമയമായിട്ട് അത് കർത്താവിന് അത് ലഭിക്കുവാൻ തക്ക ഇടയാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ശമൂവേൽ ബാലിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നതാണ്. ശമൂവേൽ ബാലിനോ വളരും തോറും മനുഷ്യർക്കും ദൈവത്തിന് കൊള്ളാവുന്ന പൈതലായിരുന്നു. ഇന്ന് ലോകത്തിൽ കാണുന്ന നൊട്ടോറിയസ് ആയിട്ടുള്ള അനേകരും അവരുടെ ജീവിതത്തിൽ ഒരൊറ്റ ദിവസം കൊണ്ട് നൊട്ടോറിയസ് ആയിട്ടില്ല, അല്ലെങ്കിൽ അവർ ഏറ്റവും മോശമായിട്ട് ജീവിക്കാൻ തുടങ്ങുന്നത് അവരുടെ യൗവനകാലത്തെ ആരംഭിച്ച ചില ദുഷിച്ച ശീലങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് കടന്നു വന്ന യുവാക്കളെ, യുവതികളെ, ഇന്ന് നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കുവാനുള്ളത് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ അതേ വാചകം തന്നെ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഡു നോട്ട് ഡിസ്പൈസ് യുവർ യൂത്ത്. നിങ്ങളുടെ യൗവനം ആരും തുച്ഛീകരിക്കരുത്. ബി ആൻ എക്സാമ്പിൾ ഫോർ ബിലീവേഴ്സ് ഇൻ ടോക്ക്, ഇൻ വാക്ക് ആൻഡ് ഇൻ ലവ്, ഇൻ പ്യൂരിറ്റി, ഇൻ ആൻഡ് ഫെയ്ത്ത്. അതെ, വിശ്വാസത്തിലും നിർമ്മലതയിലും സ്നേഹത്തിലും വാക്കിലും നടപ്പിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. മാതൃകയല്ലാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, നമ്മളെ അങ്ങനെ മാതൃകയായി ജീവിക്കണമെങ്കിൽ
എന്താണ് ചെയ്യേണ്ടെന്നുള്ളത് അടുത്ത വാചകത്തിൽ പറയുന്നുണ്ട്. ഞാൻ വരുവോളം വായന, പ്രബോധന, ഉപദേശം എന്നിവയിൽ ഉറച്ചിരിക്കുക. അപ്പോസ്തലനായ പൗലോസ് അത് തീമോഥെയോസിന് എഴുതിയെങ്കിലും ഇന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചിരിക്കണമെങ്കിൽ വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ഉറച്ചിരിക്കണം. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ക്യാമ്പിന് കൂടി വന്നിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്നുള്ളത് അത് നമ്മുടെ ദൈവവചനം വായിക്കുക, പഠിക്കുക, പ്രബോധിപ്പിക്കുക, അതിൽ നിലനിൽക്കുക. അതിനുവേണ്ടി കർത്താവ് തന്നിരിക്കുന്ന ഏറ്റവും അനർഹമായ സന്ദർഭമാണ് എന്ന് ഓർത്തുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ സമയം അതിനു വേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ യൗവനം ആരും തുച്ഛീകരിക്കാതിരിപ്പാൻ തക്കവണ്ണം, അത് കർത്താവിന് വേണ്ടി നമ്മുടെ യൗവനം അത് ചെലവിടുവാൻ തക്കവണ്ണം, ചെലവായി പോകാൻ തക്കവണ്ണം, മാത്രമല്ല ഏതെങ്കിലും നിലയിൽ കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുമെന്നെങ്കിൽ അത് ഇപ്പോൾ തന്നെയാണ് സുപ്രസാദകാലം, ഇപ്പോൾ തന്നെയാണ് രക്ഷാദിവസം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനർഹമായ നിമിഷങ്ങളായിട്ട് ഈ ക്യാമ്പ് തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം ഇന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. May our Lord's name be glorified. Chairman and moderator of this evening's program, Brother Joy Matthew. General President of Subhisheshagan Balasangam, Brother Abraham Thomas. Guest of honor of this evening, Brother Stevenson Verghese Avaragal. The keynote speaker, Brother Chandapilla Philip Avaragal. Dignitaries on and off the dais, and my dear children. It gives me immense joy to be with you this evening. In fact, when I attend either the inaugural or the valedictory function of children's camp, I become a little envious. I echo Chandapilla Chayan's words. Even in my childhood, I never got an opportunity to be a part of such camps. I was born and brought up in a tribal district of Odisha, and I was sent to a municipal high school. That's where I had my schooling. And the only thing that I did on a Sunday was to accompany my father to go to the weekly market. Even I never got an opportunity to attend a Sunday school. So when I attend such functions, just one Hindi song that comes to my mind, that is Koi Lota De Mere Bite Hui Din. I just long to have my childhood days which are already past. But still, you know, I really enjoy to be with children. I had a longing desire to study the Sunday school texts, and God in His good time enabled me to study all the Sunday school lessons. You know, as Paul sat at the feet of Gamaliel and took footnotes, the same way I sat at the feet of some eminent fathers who are among us, and I learned all the lessons starting from standard 1 till standard 10, and these days we are learning the lessons from standard 11 and 12. So it's really an opportunity. So I come to such camps, even though I'm not eligible to be a part of the camp, but still I come just to enjoy. You know, two campuses that I love to visit quite often. One is Madras Christian College in Tambaram in Chennai, and the other place is our camp center. Praise be to God. You know, this is the place where I get an opportunity to learn many things. One thing that I learn as and when I come to this camp center is that whatever the leaders do, they do with a culture of excellence. Praise be to God. They do with a culture of excellence. Number two is, the entire campus is filled with team spirit. I believe you must have heard of a company called Pixar. You know, they produce animated movies, and a statement goes like this, says, no one is smarter than everyone. No one is smarter than everyone. You know, team really works, and that is what you see in the campus. It's really a wonderful opportunity for you to come and learn from eminent teachers that we have among us. And we as a family, we continue to pray for this year's camp. I have been accompanying Bahumanapatta K. Philip sir, I think on all the 6 occasions except last year, to come and spend some time with the children during the career guidance session. God willing, this week we will be there. And we as a family will continue to pray for the smooth conduct of this year's camp.
And I just want to read two verses. The first verse I would like to read from 2 Timothy chapter 3, verse 15. It says, 2 Timothy chapter 3, verse 15, and that from a child thou hast known the holy scriptures, which are able to make thee wise unto salvation through faith which is in Christ Jesus. I'll read the verse again. And that from a child thou hast known the holy scriptures, which are able to make thee wise unto salvation through faith which is in Christ Jesus. We all know that it is believing in God's word we come to the knowledge of salvation, we are saved. And it is the word of God that matures us from our childhood to adulthood. Not only that, it also equips us to go and serve Him. The leaders here, they also have a selfish motive behind it. It is that you equip yourself. They want to equip you so that you will go out and serve the Lord. And as you equip yourself, I just urge you just to give an opportunity to your leaders so that they can say, the second verse I would like to read is 3 John verse 4. 3 John verse 4. We read, I have no greater joy than to hear that my children walk in truth. I'll read the verse again. I have no greater joy than to hear that my children walk in truth. Recently, a very fresh team, a tender team that whitewashed the Aussies in the recent test series. When I look at you, I just imagine God is going to do great things through you. And this is an opportunity. This is just a place, this is just a launching pad for you from where you will just go and you will be used by God wherever He places. May His name be glorified. All the best wishes as you continue with the day's sessions from tomorrow onwards, if God willing. Thank you. Thank you, brothers. ഇനി നമുക്കൊരു ഗാനം പ്രിയ സഹോദരൻ ബോസ് ഡേവിസിൽ നിന്ന് കേട്ടുപോകാനുള്ള അവകാശമുണ്ട്. ബോസ് ഡേവിസ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാനൊരു ഹിന്ദി സുവിശേഷ പാട്ട് പാട്ടാം. धन्य प्रभु है तेरा नाम, करते हैं तुझको प्रणाम, है तेरा प्रेम अपरंपार, फिर भी कितने हैं तुझसे अनजान। तेरी अमृत पर हम सा जाएंगे, कितने मेरे लिए रजाएंगे। इंडिया यीशुआ तेरे लिए है जीतना। इंडिया इंडिया तुझसे है दूर कितना। तन मन और धन तेरी सेवा में हम अर्पण, बढ़ चले हम मिलाकर कदम, यीशु मसीह की सेवा में हम मोदा चलो हर्षा जीवन, लाने उन्हें यीशु के पास हम। पैगाम है हमारा छुड़ा था यीशु, केवल वो है शाफी सबों का। इंडिया यीशुआ तेरे लिए है जीतना। इंडिया इंडिया तुझसे है दूर कितना। तन मन और धन तेरी सेवा में हम अर्पण।
പ്രിയ ബോസിനെ കുറിച്ചൊരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ത്രിപുരയിൽ നിന്നാണ് പ്രിയ മകൻ കടന്നു വന്നിരിക്കുന്നത്. അവിടെ സുശാന്ത് വിലയുന്ന സിഒ ഡേവിസിൻ്റെ മകനാണ്. നമുക്കൊരു ഒരു ഒരു 100 പ്രാവശ്യം. ഇനിയും നമുക്ക് ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്ന എല്ലാ യുവതി യുവാക്കൾക്കും ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ പെരുമാറ്റ ചട്ടം, അതുകൊണ്ട് അത് തീർച്ചയായും അനുസരിച്ചെങ്കിൽ മാത്രമേ ഇവിടെ കഴിയുവാനായിട്ട് കഴിയുള്ളൂ. നേരത്തെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഓർപ്പിച്ച പോലെ അത് അനുസരിക്കാൻ മനസ്സില്ലാത്തവർക്ക് ഇപ്പോൾ തന്നെ പോകാമെന്നുള്ള കാര്യം പ്രിയപ്പെട്ടവനെ ഓർപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇവിടെ ഈ ദിവസങ്ങളിൽ താമസിക്കുമ്പോൾ പെരുമാറ്റച്ചട്ടമുണ്ട്, അത് വളരെ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യണം. അതിനായിട്ട് അത് അത് നിങ്ങളെ അറിയിക്കുവാനായിട്ട് പ്രിയ സഹോദരൻ വർക്കി ജോർജിനെ ഞാൻ ക്ഷണിക്കുക. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടി വലിയവനായ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്ന നമ്മളെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ ഹോളിലേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുവന്നു. അത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതുപോലെ ഒരു ടീൻസ് ക്യാമ്പിൻ്റെ ക്രമീകരണം കൂടെ ആ രീതിയിൽ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അനേക അനർത്ഥങ്ങൾ നിറഞ്ഞ ലോകത്തിൽ നിങ്ങളുടെയൊക്കെ യാത്രയിൽ ദൈവം എല്ലാ ക്ഷേമവും നൽകി. അവിടുത്തെ പരിപാലനം നമുക്ക് അനുഭവിക്കാൻ അവിടെ ഇടയാക്കി. നമുക്ക് ഈ ഉദ്ഘാടന സമ്മേളനം ഇത്രത്തോളം അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് പോകുവാൻ ദൈവം അവിടെ സഹായിച്ചു. നിങ്ങൾക്ക് ആവശ്യമായ ദൈവികമായ ആലോചനകളും നിബന്ധനകളും ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ കേൾക്കുവാനിടയായി. അതിൻ്റെ ബേസിൽ നിങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒരു ക്യാമ്പിൻ്റെ ഏറ്റവും അനുഗ്രഹകരമായ മുന്നോട്ട് പോക്ക് ഈ ക്യാമ്പിൽ സംബന്ധിക്കുന്നവരുടെ പെരുമാറ്റ രീതി അനുസരിച്ചായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതേ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളിൽ അത് നിക്ഷിപ്തമായിരിക്കുന്നു. നമുക്കറിയാം, ബൈബിൾ തുടങ്ങുന്നത് തന്നെ അനുസരണക്കേടിലാണ് ബൈബിൾ തുടങ്ങിയിരിക്കുന്നത്. ആദാമിനോട് പറഞ്ഞത് അനുസരണക്കേട് കാണിച്ചു, അതിൽ നിന്ന് പാപമുണ്ടായി. അതുകൊണ്ട് പറയുന്ന കേക്ക് അനുസരിക്കുക എന്നുള്ള ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം തന്നെ പറയുമ്പം തന്നെ ഓർക്കും അതിനെതിരായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ചിന്തിക്കണമെന്നുള്ള ചിന്താഗതിയാണ് പലപ്പോഴും നമുക്കെല്ലാവർക്കും ഉള്ളത്. അത് ജഡസ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയം. എന്നാൽ ഈ ക്യാമ്പിൻ്റെ വിജയകരമായ നടത്തിപ്പിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ ആദ്യമായിട്ട് പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഏറ്റവും അനുഗ്രഹകരമായിട്ട് ഈ ക്യാമ്പ് തീരുവാൻ തക്കവണ്ണം, ഈ വർഷത്തെ ടീൻ ക്യാമ്പ് തീരുവാൻ തക്കവണ്ണം ദൈവയിടയാക്കുന്നതിന് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. താമസ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ, താമസം ആൺകുട്ടികൾക്ക് ഇതിൻ്റെ മുൻപിലുള്ള വലിയ ഓഡിറ്റോറിയമാണ് ആൺകുട്ടികൾക്ക് താമസത്തിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ കിടക്കുവാനായിട്ടുള്ള പായൊക്കെ നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നുണ്ട്. ഓഡിറ്റോറിയമാണ് ആൺകുട്ടികൾക്ക് താമസിക്കുവാനായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. പെൺകുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് താമസിക്കുവാനായിട്ട് ഇതിൻ്റെ 3-ാം നിലയിലുള്ള ഡോർമെറ്ററിയാണ്. അവിടെ 5 ഡോർമെറ്ററി ഉണ്ട്. 4 ഡോർമെറ്ററി നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാവകാശം ഉണ്ടായിരിക്കും. ഒരു ഡോർമെറ്ററി നമ്മുടെ ക്ലാസ് എടുക്കാനായിട്ട് മാറ്റിയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഈ ഡോർമെറ്ററിയിൽ ഈ 2 താമസ സ്ഥലത്തു നിന്നുള്ള കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആൺകുട്ടികളുടെ സ്ഥലത്തേക്ക് പെൺകുട്ടികളുടെ സ്ഥലത്തോട്ടോ ആൺകുട്ടികളോ വരുവാൻ പാടില്ലാത്തതാണ്. ഏതെങ്കിലും ആവശ്യമായിട്ട് ആരെങ്കിലും റിലേറ്റീവായിട്ടുള്ള അങ്ങനെയുള്ളതുണ്ടെങ്കിൽ ലീഡേഴ്സ് മുഖാന്തരം കോണ്ടാക്ട് ചെയ്ത് അല്ലാത്ത രീതിയിൽ അവരാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുവാൻ പാടുള്ളതല്ല. അതുപോലെ ഈ ക്യാമ്പിന് വെളിയിലേക്ക് പോകുവാൻ ആർക്കും അനുവാദം ഉണ്ടാകുന്നില്ല. ഇന്നിവിടെ തുടങ്ങുന്ന ക്യാമ്പ് ഇത് തീരുന്ന ദിവസം വരെ നിങ്ങൾ ഈ ക്യാമ്പിനുള്ളിൽ തന്നെ ആയിരിക്കണം. ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ ഇവിടെയുള്ള ലീഡേഴ്സിൻ്റെ പേരൊക്കെ ഞാൻ പിന്നെ പറയാറുണ്ട്. അവരുമായിട്ടുള്ള അനുവാദം വാങ്ങിച്ച ശേഷം അല്ലാതെ ആർക്കും പോകാനുണ്ട്. ഈ കോമ്പൗണ്ട് വിട്ട് വെളിയിലോട്ട് പോകാനുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള കാര്യം പ്രത്യേക സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. അതുപോലെ പ്രധാനമായ ഒരു കാര്യം, ഇപ്പോൾ നമ്മളിവിടെ എല്ലാം ഓർപ്പിച്ച പോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻസൊക്കെ അങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇരിക്കുന്നവരുടെ കയ്യിൽ ഇപ്പം എത്ര മൊബൈലുണ്ടെന്ന് ചോദിച്ചാൽ 1-2 മൊബൈലില്ലാത്ത ആൾക്കാർ ചുരുക്കമായിരിക്കും. എന്നാൽ വളരെ സ്ട്രിക്റ്റായിട്ടൊരു കാര്യമുണ്ട്, ഈ ക്യാമ്പിനുള്ളിൽ മൊബൈൽ യൂസ് ചെയ്യാൻ പാടില്ല. ആർക്കെങ്കിലും ഫോൺ ചെയ്യണമെന്നുള്ള ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിലും അവർക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അനുവാദത്തോടു കൂടി മാത്രമേ ഫോൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു കുട്ടികളെപ്പോലും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെ ഇവിടെ നിൽക്കുന്നതായിട്ട് കാണല്ലേ. അങ്ങനെ കണ്ടാൽ ഞങ്ങൾ ഫോൺ തിരിച്ചു വാങ്ങിക്കും. നിങ്ങൾ പോകുന്ന സമയത്തല്ലാതെ അതൊരിക്കലും ഞങ്ങൾ തിരിച്ചു തരത്തില്ല. ഫോണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ രാത്രിയായാലും പകലായാലും അത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കണം. ഫോൺ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള നിബന്ധനകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം വളരെ സ്ട്രിക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നു. അതങ്ങനെ തന്നെ പാലിക്കേണ്ടതാണ്. ഇത്രയും ഏകദേശം 300 ചില്ലുവാനം സ്റ്റുഡൻസ് തന്നെ ഇവിടെ ഉണ്ട്.
ഇത്രയും പേർക്ക് ഇവിടെ താമസമുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ വെള്ളം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വളരെ സൂക്ഷ്മമായിട്ട് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ചില സമയത്ത് കുളിക്കാനും മറ്റേനൊക്കെ വെള്ളം ഇല്ലാതെ പോകും. വെള്ളം ധാരാളം ഉണ്ട്, എന്നാൽ ഇതൊക്കെ സമയങ്ങളിൽ പമ്പ് ചെയ്ത് മേളിൽ കയറേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മിതമായ രീതിയിൽ, വളരെ ചൂടുള്ള സമയമാണ് എന്നെനിക്കറിയാം, എന്നാൽ അത് മിതമായ രീതിയിൽ അത് ഉപയോഗിക്കണം, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണം. യാതൊരു കാരണവശാലും ഒരു ടാപ്പ് എവിടെയും തുറന്നിടാതെ സൂക്ഷിക്കേണ്ടതാണ്. വെള്ളം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ ക്ലോസറ്റിൽ അത് തടസ്സമായിട്ട് വരുന്ന സാധനങ്ങൾ, ഉപയോഗിക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു ക്ലോസറ്റിലും ഇടുവാൻ പാടില്ല. അത് വളരെ സത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. സമ്പൂർണ്ണമായ അച്ചടക്കം പാലിക്കണം. ഇവിടെ ഓരോ സെക്ഷനിലും അല്ലെങ്കിൽ ജനറലായിട്ടുള്ള ഓരോ ആവശ്യങ്ങളിലും ഓരോ കാര്യങ്ങളിലും ഡിസിപ്ലിനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. അത് നിങ്ങൾ ശരിയായിട്ട് പാലിക്കണം. സമയം തക്ക സക്കത്തിൽ ഉപയോഗിക്കണം. ക്ലാസ്സുകൾ പല സ്ഥലങ്ങളിലാണ് എടുക്കുന്നത്. നിങ്ങൾ ക്ലാസ്സിലേക്ക് പോകാൻ പറഞ്ഞാൽ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ ക്ലാസ്സിലേക്ക് പോകണം. ക്ലാസ് സമയത്തിന് വിട്ടാൽ സമയത്തിന് തന്നെ ഓഡിറ്റോറിയത്തിലേക്ക് തിരിച്ചു വരണം. അതുപോലെ എല്ലാ വിധത്തിലും നിങ്ങളുടെ അച്ചടക്കം അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങൾ ലീഡേഴ്സായിട്ട് ഓരോ ഓരോ പെൺകുട്ടികൾക്ക് കുറച്ച് ലീഡേഴ്സുണ്ട്, ആൺകുട്ടികൾക്ക് പ്രത്യേകമായ ലീഡേഴ്സുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾ അവരെ ധരിപ്പിക്കുവാനും അവർ മുഖാന്തരം മറ്റേ മെയിൻ ലീഡേഴ്സിൻ്റെ അടുക്കൽ നിങ്ങളുടെ കാര്യങ്ങൾ പറയുവാനായിട്ട്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തീർക്കാതെ അതിൻ്റെ ചുമതലപ്പെട്ട ലീഡേഴ്സിനെ നിങ്ങൾ പ്രത്യേകം അവരെ തന്നെ നോട്ടിഫൈ ചെയ്യണം, അവരെ മനസ്സിലാക്കിയിരിക്കണം. അവരുടെ പേര് ഞാൻ പറയുന്നതാണ്. ആൺകുട്ടികൾക്ക് ജോണി തോമസ് എന്ന സഹോദരനുണ്ട്, അതുപോലെ ശാമുവൽ തോമസ് എന്ന സഹോദരനുണ്ട്, വി ജേക്കബ് എന്നൊരു സഹോദരനുണ്ട്, അനീഷ്. ഇങ്ങനെ 4 പേരെ ആൺകുട്ടികളുടെ ഡോർമെറ്ററി ആണ് അവിടെ താമസ സ്ഥലത്തുണ്ട്. അവർക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും അവിടെ ഈ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അവർ ഞങ്ങളോട് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് തരുന്നതായിരിക്കും. പെൺകുട്ടികൾക്ക് ലീഡേഴ്സായിട്ട് ബെറ്റ്സി എബ്രഹാം, അനു കോട്ടയം, ശാന്ത ജോൺസൺ, സൽജ ആൻഡ് ഫേബ, ദ്രൗപദി, എങ്ങനെയുള്ള പ്രിയപ്പെട്ടവരെ ലീഡേഴ്സായിട്ടുണ്ട്. അവർക്കും ആ കാര്യങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ബാത്റൂമൊക്കെ വളരെ ക്ലീനായിട്ട് തന്നെ സൂക്ഷിക്കേണ്ടതാണ്. അത് ലീഡേഴ്സ് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം. ക്ലാസ്സുകൾ എടുക്കുന്ന സ്ഥലങ്ങളൊക്കെ നാളെ രാവിലെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് പറഞ്ഞു തരും. ഓരോ സെക്ഷനിലുള്ള ക്ലാസ്സുകൾ എവിടെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ പറഞ്ഞു തരും. ഈ ക്യാമ്പസ് നമുക്കറിയാം, നമുക്കിങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്യാമ്പസ് ഉണ്ടായത് പ്രിയ സണ്ണി ബ്രദർ ഓർപ്പിച്ച പോലെ ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്യാമ്പസ് നമ്മുടെ ഈ ഏരിയയിൽ അല്ലെങ്കിൽ ഈ സ്ഥലത്തില്ല. ആ ക്യാമ്പസ് ഏറ്റവും ഭംഗിയായിട്ട് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അലക്ഷ്യമായിട്ട് നിങ്ങളുടെ പേപ്പേഴ്സോ മറ്റേതൊക്കെ വലിച്ചു കയറി അവിടെ ഇവിടെ ഇടാതെ അത് വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ അത് നമുക്ക് തന്നെ ഒരു അഭിമാനം ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ അത് ക്യാമ്പസ് എല്ലാ വിധത്തിലും വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതങ്ങനെ നിങ്ങൾ ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. നിങ്ങളുടെ പ്രധാനമായ ലീഡേഴ്സായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കോർഡിനേഴ്സായിട്ടുള്ള പ്രധാന ലീഡേഴ്സ് പലരുണ്ട്. അവരുടെ പേരുകൾ വായിക്കുന്നു. അവർ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കണം. അവരോട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ആവശ്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എബ്രഹാം തോമസ് കൊച്ചി, റജി കെ തോമസ്, വർക്കി ജോർജ്, രാജു കെ തോമസ്, ജോയ് മാത്യു എന്നീ പ്രിയപ്പെട്ടവരാണ് ഇതിൽ പ്രധാനപ്പെട്ട കോഡിന്. അതുപോലെ പി സാങ്കുട്ടി എന്നീ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയാൽ നല്ലതാണ്. അഥവാ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളാൽ തന്നെ അങ്ങനെ കൈകാര്യം ചെയ്യാതെ ലീഡേഴ്സുമായിട്ട് എപ്പോഴും ബന്ധപ്പെടുവാനായിട്ട് ഇരിക്കണം. ലീഡേഴ്സിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യണം. കഴിഞ്ഞ നാളുകൾ നടന്നതിനേക്കാളും ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ അച്ചടക്കമുള്ളൊരു ക്യാമ്പായിട്ട് ഇത് പിരിഞ്ഞു പോകുവാനായിട്ട് വലിയവനായ ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുകയും ആ രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുകയും ആ രീതിയിൽ നിങ്ങളെ വരുന്ന ദിവസങ്ങളായിരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ മീറ്റിങ്ങിൻ്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് സഹോദരൻ വർഗീസ് തോമസിനെ ക്ഷണിക്കും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തെരുവീതിയിൽ വിശപ്പ് കൊണ്ട് അലമുറയിടുന്ന കുഞ്ഞുങ്ങളുടെ വിലാപം ഏറ്റെടുത്തുകൊണ്ട് യിരെമ്യാ പ്രവാചകൻ കരയുന്നു. ആ കരച്ചിൽ ഏറ്റെടുത്ത് കഴിഞ്ഞ 60 വർഷമായിട്ട് സുവിശേഷകൻ ബാലസംഘം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അല്ല ഇന്ന് ലോകത്തിൽ അനേക സ്ഥാനങ്ങളിൽ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറ്റുവാൻ ആത്മീയ ആഹാരം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 2013 നമ്മുടെ ടീൻസ് ക്യാമ്പ് ഏറ്റവും മനോഹരമായ നിലയിൽ ഇന്ന് വൈകുന്നേരം ഇവിടെ സമാരംഭിക്കുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തത്. ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഇത്ര മനോഹരമായി വലിയവനായ ദൈവം ചേർത്തു. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾക്കും ലീഡേഴ്സിനും ഒരുപോലെ കടന്നു വന്ന് ഈ സമ്മേളനം അനുഗ്രഹമാക്കി തീർക്കുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആദ്യമായി
ദൈവം തമ്പുരാന് എല്ലാവിധ നന്ദിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഉദ്ഘാടന സമ്മേളനം അതിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ജോയ് മാത്യു സഹോദരനാണ്. അദ്ദേഹം ദീർഘവർഷങ്ങളിൽ ബഹ്റിനിലായിരുന്നു കുടുംബമായിട്ടെങ്കിലും അടുത്ത നാളിൽ നാട്ടിലേക്ക് കടന്നു വന്നത് സുവിശേഷകൻ ബാലസംഘത്തിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുവാൻ, അതിനൊരു മുതൽക്കൂട്ടായിട്ട് ഇരിക്കുവാൻ വേണ്ടിയാണ്. ഇന്നത്തെ ഈ ഉദ്ഘാടന സമ്മേളനം അധ്യക്ഷനായിരുന്നു കൊണ്ട് ഏറ്റവും ഭംഗിയായി ഈ കാര്യപരിപാടികൾ നിയന്ത്രിച്ച പ്രിയപ്പെട്ട സഹോദരൻ ജോയ് മാത്യുവിനോട് സുവിശേഷകൻ ബാലസംഘത്തിൻ്റെ ടീൻസ് ക്യാമ്പിൻ്റെ പേരിലുള്ള എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഇന്നത്തെ മീറ്റിങ്ങിൽ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് കടന്നു വന്നത് ദുബായിൽ നിന്ന് കർത്താവിൻ്റെ ദാസൻ സ്റ്റീഫൻസൺ ബ്രദറാണ്. അദ്ദേഹം വളരെ തിരക്കുള്ള ഒരു പ്രിയപ്പെട്ടവനാണെങ്കിലും നമ്മുടെ ടീൻസ് ക്യാമ്പിൻ്റെ ഈ ഉദ്ഘാടന സമ്മേളനം അത് വളരെ മനോഹരമായ ഒരു ഉദ്ഘാടന സന്ദേശം നൽകി ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ വേണ്ടി അദ്ദേഹം വളരെ നേരത്തെ തന്നെ നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നു എന്ന് വളരെ മനോഹരമായ ഒരു സന്ദേശം നൽകിക്കൊണ്ട് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കർത്താവിൻ്റെ ദാസൻ സ്റ്റീവൻസൺ ബ്രദറിനോടുള്ള നന്ദി ഞങ്ങൾ അറിയിച്ചുകൊള്ളുകയാണ്. ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് കടന്നു വന്നത് ബ്രദറൻ സമൂഹത്തിൽ വളരെ അധികം തിരക്കുള്ള കർത്താവിൻ്റെ വിലയേറിയ ദാസൻ ചാണ്ടപ്പുള്ള ഫിലിപ്പ് അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കിൻ്റെ നടുവിലും സുവിശേഷകൻ ബാലസംഘത്തെ വിശേഷാൽ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള ഈ പ്രവർത്തനത്തിലേക്ക് തക്ക സമയത്തിന് മുമ്പ് തന്നെ എത്തിച്ചേരുകയും വളരെ മനോഹരമായി പ്രാർത്ഥനാ നിർഭരമായ ഒരു ജീവിതത്തിലൂടെ ശക്തി പ്രാപിച്ച് യൗവന ജീവിതം നയിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണർത്തിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു സന്ദേശം നൽകി ദൈവമായ കർത്താവ് നമ്മെ ആ നിലയിൽ സഹായിച്ചു. കർത്താവിൻ്റെ ദാസൻ ചാണ്ടപ്പുള്ള ഫിലിപ്പിനോടുള്ള നന്ദി പ്രത്യേകാൽ അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം നമ്മുടെ മീറ്റിങ്ങിൽ വിവിധ ശുശ്രൂഷകൾ നിർവഹിച്ച പ്രിയപ്പെട്ടവരുണ്ട്. നമ്മുടെ ജനറൽ പ്രസിഡന്റ് എബ്രഹാം തോമസ് ഈ ദിവസങ്ങളിൽ വളരെ തിരക്കിട്ട് സ്റ്റേറ്റ്സിലും മറ്റും സ്ഥലങ്ങളിലുമായി വിദേശ യാത്രയിലായിരുന്നു. അദ്ദേഹം എത്രയും പെട്ടെന്ന് ഈ ക്യാമ്പിലേക്ക് എത്തപ്പെടുകയും അദ്ദേഹം വിദേശത്ത് പോയതിൻ്റെ വളരെ നല്ല കാര്യപരിപാടികൾ നമുക്ക് ഈ ദിവസങ്ങളിൽ അറിയുവാൻ തക്കവണ്ണം കഴിയും. ഇന്നത്തെ ക്യാമ്പിലും ആ ഡിസിപ്ലിനും കാര്യങ്ങളുമൊക്കെ അദ്ദേഹം പാലിക്കുകയുണ്ടായി. വളരെ നല്ല നിലയിൽ തുടർന്നുള്ള ദിവസങ്ങളിലും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് നിർദ്ദേശങ്ങൾ കേൾക്കാം. സ്വാഗത സന്ദേശം അദ്ദേഹത്തിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി പ്രത്യേകാലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ആശംസാ സന്ദേശങ്ങൾ നൽകിയ 3 പ്രിയപ്പെട്ടവരാണ് കർത്താവിൻ്റെ ദാസന്മാരായ ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പ്, ജോൺ ജോർജ്, സണ്ണി ടി ഫിലിപ്പ്. ഈ 3 പ്രിയപ്പെട്ടവരിലൂടെയും വളരെ ഹൃദിസ്ഥമായ കുറിക്കൊള്ളേണ്ട സന്ദേശങ്ങൾ ചുരുക്കം സമയത്തിനുള്ളിൽ നമുക്ക് ലഭിച്ചു. ആ ആശംസകൾ നൽകിയ പ്രിയപ്പെട്ട 3 പേരോടുമുള്ള നന്ദി പ്രത്യേക ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ടി എ ജോൺ പുത്തൻകാവ്, അതുപോലെ ഒ ടി ചെറിയാച്ചൻ പത്തനംതിട്ട. ഇനിയും ഒടുവിലായിട്ട് സമാപന പ്രാർത്ഥനകൾ നിർവഹിക്കുവാൻ കർത്താവിൻ്റെ പ്രിയപ്പെട്ട സാംകുട്ടിച്ചൻ പി സാംകുട്ടി നമ്മുടെ നടുവിലുണ്ട്. അദ്ദേഹത്തിൻ്റെ തിരക്കിട്ട സമയം വിശേഷാൽ KM ഫണ്ടിൻ്റെ അമരക്കാരനായി ചുമതലയേറ്റ ഇന്ന് തന്നെ സുവിശേഷൻ ബാലസംഘത്തിൻ്റെ ഈ ശുശ്രൂഷയിലും അദ്ദേഹത്തിന് പങ്കുചേരുവാനായിട്ടിടയായി ഈ 3 പേരോടുമുള്ള നന്ദി പ്രത്യേകാൽ അറിയിച്ചുകൊള്ളുകയാണ്. അതോടൊപ്പം തന്നെ ഇൻസ്ട്രക്ഷൻസ് നൽകിയ പ്രിയ വർക്കി ജോർജ് തമ്പിച്ചാനോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ ക്യാമ്പിൽ ഫാക്കൽറ്റീസായിട്ട് അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. സമയത്തിന് മുമ്പ് തന്നെ അനേകർ കടന്നു വന്നു. വിശേഷാൽ മംഗലാപുരത്തു നിന്ന് കർത്താവിൻ്റെ ദാസൻ ജോസ് മാത്യൂസ് നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. സിബി വിശ്വനാഥ്, അതുപോലെ ജി ധർമ്മരാജ്, വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, അതുപോലെ സിസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഫാക്കൽറ്റിയിൽ അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും വിശേഷാൽ ഈ സമ്മേളനത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം നാം മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് ലോകമെമ്പാടുമുള്ള അനേക പ്രിയപ്പെട്ടവർ ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ ഈ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വിശേഷാൽ അതിൻ്റെ ചുമതല നിർവഹിക്കുന്ന, ഈ ഉദ്യമം നിർവഹിക്കുന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി പ്രത്യേകാൽ അറിയിക്കുകയാണ്. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന ലീഡേഴ്സായി വന്ന പ്രിയപ്പെട്ടവർ, സഭയിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ട അനേക പ്രിയപ്പെട്ടവർ, സഹോദരി സഹോദരന്മാർ കടന്നു വന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ ക്യാമ്പിൽ പങ്കെടുക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാ ടീം അംഗങ്ങൾ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഈ സമ്മേളനത്തിൽ ഗാനങ്ങൾ ആലപിച്ച ഐറിൻ, ജോയൽ, ബോവസ്, ഈ 3 പ്രിയപ്പെട്ട
ക്യാമ്പ് അംഗങ്ങൾക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇനിയും നമുക്ക് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കുകയാണ്. സഹോദരൻ പി സാങ്കുട്ടി മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ കൂടെ അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു, വന്ദിക്കുന്നു, വാഴ്ത്തുന്നു. ഈ മാസത്തിൻ്റെ ആദ്യ ദിവസം SPS ക്യാമ്പ് സെൻ്ററിൻ്റെ പ്രധാന ഹാളിലിരുന്ന് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ, കേരളത്തിന് തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെയുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ക്ഷേമമായി എത്തുവാൻ തക്കവണ്ണം അവിടുത്തെ സഹായിച്ചോർത്ത് ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്നു. വലിയവനായ ദൈവമേ, അവിടുത്തെ മഹത്വവും ഔന്നത്യവും ഞങ്ങളുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് ഞങ്ങൾ ഓർക്കുന്നു. അവിടെ എത്രയോ ശ്രേഷ്ഠനായ ദൈവമാണെന്ന് ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ കാണുന്ന സകലത്തെയും, ഞങ്ങൾ കാണുവാനും കഴിയാത്ത സകല പ്രപഞ്ചത്തെയും അവിടുന്ന് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മഹാദൈവമാകുന്നു. അത്ര ഉന്നതനായ ദൈവം, ശ്രേഷ്ഠനായ ദൈവം, മനുഷ്യരെ സ്നേഹിച്ചു തോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ പാപികളായിരുന്നു, ദൈവസന്നിധിയിൽ മനഃപൂർവ്വം ദൂരെ പോയവരായിരുന്നു. എന്നാൽ ഞങ്ങളെ തേടിയെത്തിയ ദൈവസ്നേഹത്തെ തോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ വീണ്ടെടുപ്പിനായി മനുഷ്യവേഷമെടുത്ത് ഭൂമിയിലേക്ക് ദൈവപുത്രനെ ഞങ്ങൾ ഉയർത്തുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും ലോകമ്പോൾ അനേകർ ഓർത്തുകൊണ്ടിരുന്നു. എന്നാൽ ഞങ്ങൾക്കതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ആ കാര്യം ഗ്രഹിപ്പാനും ഓർക്കുവാനും തന്ന സമയത്തിന് നന്ദിയുടെ സ്തോത്രം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒന്നിച്ചേർന്ന് ഇവിടെ ആയിരിക്കുന്നു. ഇന്ന് അവരോട് വളരെ ഗൗരവമായ വിഷയങ്ങൾ സംസാരിപ്പാൻ തക്കവണ്ണം അവിടെ ദാസന്മാരെ അവിടെ നയിച്ചു. ദുബായിൽ നിന്ന് പ്രിയ സഹോദരൻ സ്റ്റീവൻസനും കർത്താവിൻ്റെ ദാസൻ ചാണ്ടപ്പിള്ള സഹോദരനും അവരോട് സംസാരിച്ച വാക്കുകൾക്കായി ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അതൊന്നും അവർ മറക്കാതിരിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ആത്മശക്തിയിൽ വചനത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിച്ച് ജീവിപ്പാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്ന കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവിടുന്ന് അറിയുന്നു, കാണുന്നു. അവിടുത്തേക്ക് യാതൊന്നും മറവായിരിക്കുന്നില്ല എന്ന കാര്യം ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്തെ മറച്ചു വെച്ച് ഒരു കാര്യം ചെയ്യുവാൻ ഞങ്ങൾ കഴിയില്ലല്ലോ. ആ ഭയത്തോടു കൂടി കുഞ്ഞുങ്ങൾ ജീവിപ്പാൻ തക്കവണ്ണം അവിടെ സഹായിക്കണം. ഇവിടെ കടന്നു വന്ന കുഞ്ഞുങ്ങളാരും തെറ്റിപ്പോകാതിരിപ്പാൻ, സത്യത്തിൻ്റെ പാതയിൽ നിന്ന് മാറിപ്പോകാതിരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. യേശുക്രിസ്തുവിനെ അറിയാത്തവർ, രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വാസ്തവമായ കർത്താവിനെ അറിയുവാൻ ഈ ക്യാമ്പ് ഉതകണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വചനം പറഞ്ഞു കൊടുക്കുന്ന ലീഡേഴ്സിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർക്കും എല്ലാ കഴിവും പ്രാപ്തിയും അവിടുന്ന് കൊടുക്കണമേ. എല്ലാ നിലയിലും ദൈവനാമം മുഹത്വപ്പെടുവാൻ ഈ ക്യാമ്പ് മുഖാന്തരം ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തും അകലെയായിരിക്കുന്ന ഏവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപയിൽ ഞങ്ങളെ നിറയ്ക്കണം. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഞങ്ങൾ ഉദ്ദേശമായിരിക്കാൻ തക്കവണ്ണം സഹായിക്കണം. ഞങ്ങൾ കർത്താവ് വേഗം വരുന്നു, അതിനായി സ്തോത്രം. സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം ദൈവപുത്രനെ ഞങ്ങൾ വീണ്ടും ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അവിടുത്തെ വരവിനായി ഒരുങ്ങുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ചുമതലയൊക്കെ ഉത്തരവാദിത്വം ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണം. ഇന്ന് മീറ്റിംഗ് അധ്യക്ഷ വഹിച്ച പ്രിയദാസനെയും മറ്റ് പ്രിയപ്പെട്ട ഏവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. അടിയങ്ങൾക്ക് നല്ല സമയത്തിനായി സ്തോത്രം. എല്ലാ സ്തുതിയും ഞങ്ങൾ അവിടുത്തേക്ക് അർപ്പിക്കുന്നു. രക്ഷകൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹോദര സാന്നിധ്യവും ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ കൂടെയും ഞങ്ങളെല്ലാവരോടും കൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവരും അവിടെ ഇരിക്കണം. അത്യാവശ്യമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ തരാനായിട്ടുണ്ട്. യു മേ കട്ട് ദ വീഡിയോ പ്ലീസ്. താങ്ക് യു. ഇവിടെ